കോമ്പറ്റീഷൻ എന്ന ചാപ്റ്ററിലെ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്. ആ ഡയഗ്രാം വരച്ചതിന് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട 2-3 കോൺസെപ്റ്റ്, അതിൻ്റെ മീനിങ്സ് അത് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയും ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് എസ്സേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഗതിയിൽ. ഓക്കെ, വളരെ. അപ്പോൾ ദ ടോപ്പിക് ഈസ് ഹൗ എ ബിസിനസ് ഫേം maximizes profit and thereby reaches the state of equilibrium. അപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം എങ്ങനെ പരമാവധി ലാഭം വർദ്ധിപ്പിക്കുകയും അതുവഴി എങ്ങനെ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഓർ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ചോദിക്കാം. അഥവാ ഹൗ എ ബിസിനസ് ഫേം റീച്ചസ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അങ്ങനെ ചോദിക്കാം. ഏതായാലും ശരി തന്നെ, എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ അത് ആൻസർ ചെയ്താൽ റെഡി ആവണം. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം പരമാവധിയാക്കൽ. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ എന്താ പ്രോഫിറ്റ്? നമുക്കറിയാം, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കഴിച്ചാൽ ബാക്കിയുള്ള തുകയിലെ ലാഭം. അപ്പോൾ അത് ഷോർട്ടായിട്ട് നമ്മൾ എങ്ങനെ എഴുതും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പൈ ഈസ് ഈക്വൽ ടു TR minus TC. And what is TR? Very same, total revenue. മൊത്തം വരുമാനം. എന്താ മൊത്തം വരുമാനം? പഠിച്ചതാണ്. Total amount of money which is earned by a business firm by way of selling its goods and services. ഒരു വ്യവസായ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുകയെ എന്ത് പറയും? മൊത്തം വരുമാനം എന്ന് നമ്മൾ പറയും. ഇനി വാട്ട് ഈസ് ടോട്ടൽ കോസ്റ്റ്? എന്താണ് മൊത്തം ചിലവ്? ഒരു വ്യവസായ സ്ഥാപനം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനു വേണ്ടി ചെലവ് ചെയ്യേണ്ടി വരുന്ന തുകയാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു TR minus TC. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രോഫിറ്റ് എന്താണെന്ന് പഠിച്ചു, TR ഉം TC യും ഓൾറെഡി പഠിച്ചിരുന്നതാണ്. ഓക്കെ, ഇവിടെ സൂചിപ്പിക്കേണ്ടത്, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം സന്തുലിതാവസ്ഥ കൈവരിച്ചാൽ 2 കാര്യങ്ങൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താണ് സന്തുലിതാവസ്ഥ എന്ന് നിങ്ങൾ പഠിക്കണം. ഓരോ കോണ്ടസ്റ്റിനും ഇക്വിലിബ്രിയം എന്നതിന് വേറെ വേറെ ആശയങ്ങളുണ്ട്. ഇവിടെ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, by the concept equilibrium we mean it is a particular state, okay, in which there is no tendency at all to increase or to decrease the quantity of output salt. Equilibrium is the point of maximum profit. Okay, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ സ്ഥാപനം പരമാവധി ലാഭം കൈവരിച്ച അവസ്ഥയാണ്. അല്ലെങ്കിലോ പരമാവധി ലാഭം കൈവരിച്ച ആ ഒരു പ്രത്യേക ബിന്ദു, പ്രത്യേക അവസ്ഥ എല്ലാവരും പഠിക്കണം. വാട്ട് ഈസ് ഇക്വിലിബ്രിയം? Equilibrium is a particular state, particular condition in which there is no tendency at all from the part of the producers to increase or to decrease the quantity of output salt. അപ്പോൾ ഒരു വ്യവസായ സ്ഥാപനത്തിനോ ഒരു ഉൽപ്പാദകനോ കൂടുതൽ അളവ് സാധനം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുവാനോ കുറച്ച് അളവ് സാധനം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുവാനോ താല്പര്യമില്ലാത്ത, അതായത് അദ്ദേഹം പരമാവധി ലാഭം കൈവരിച്ച ഒരു പ്രത്യേക ബിന്ദുവുണ്ട്, പ്രത്യേക ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് സന്തുലിതാവസ്ഥ. എല്ലാവരും പഠിക്കണം. ഒരിക്കൽ കൂടി ആ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാണ്. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ equilibrium means, or equilibrium is a particular state in which there is no tendency to increase or decrease the quantity of output salt. Okay, അത് പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞു, ഈ ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥ എന്ന ആ ഒരു ആശയം, ആ ഒരു അവസ്ഥ എത്തണമെങ്കിൽ 2 കാര്യങ്ങൾ ഇവിടെ സാധൂകരിക്കപ്പെടണം.
two conditions should be satisfied. എല്ലാവരും പഠിക്കണം. First condition is price should be equal to marginal cost. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? Price of the commodity should be equal to the marginal cost. സാധനത്തിന്റെ വിലയും സീമാന്ത ചെലവും തുല്യമായിരിക്കണം. First condition is price should be equal to the marginal cost. Simple. And the second condition is the marginal cost curve should cut the average cost curve. No, the marginal cost curve should cut the marginal revenue curve from below. എന്താണ്? മാർജിനൽ കോസ്റ്റ് കർവ്, സീമാന്ത ചെലവ് വക്രം, മാർജിനൽ റവന്യൂ കർവിനെ, സീമാന്ത വരുമാന വക്രത്തെ അടിയിൽ നിന്ന് കണ്ണിച്ചുകൊണ്ട് മുകളിലേക്ക് പോകണം. മുകളിൽ നിന്ന് താഴോട്ട് കണ്ണിച്ചാൽ പോരാ, അടിയിൽ നിന്ന് കണ്ണിച്ചുകൊണ്ട് മുകളിലേക്ക് പോകണം. അത് ഞാൻ ഡയഗ്രത്തിൽ കാണിച്ചു തരും. അപ്പൊ എല്ലാവരും ഈ രണ്ട് കണ്ടീഷൻ പഠിച്ചോളൂ. എന്താണ്? അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, see, two conditions should be satisfied when a firm maximizes its profit. ഒരു വ്യവസായ സ്ഥാപനം അതിന്റെ ലാഭം പരമാവധി ആകുമ്പോൾ രണ്ട് കാര്യങ്ങൾ സാധൂകരിക്കപ്പെടേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. സാധനത്തിന്റെ വിലയും സീമാന്ത ചെലവും തുല്യമായിരിക്കണം. രണ്ടാമത് എന്താണ്? മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് കട്ട് ദ മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ. ഇവിടെ സമ്പൂർണ്ണ വില മത്സര കമ്പോളത്തിൽ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെ കർവുകൾ കൂടി ചേർന്നതാണ്? വിലരേഖയാണ്. പ്രൈസ് ലൈൻ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ മൂന്നും ഒരേ സംഖ്യ ആയതുകൊണ്ട് ഒരേ കർവാണ്. നമ്മൾ അതുകൊണ്ട് എഴുതി P is equal to AR is equal to MR എന്ന് എഴുതിയതിനു മുമ്പ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. അപ്പൊ നമ്മൾ രണ്ട് കർവ് മാത്രമേ ഇവിടെ വരക്കേണ്ടതുള്ളൂ. ഒന്ന് വിലരേഖയാണ്, അത് തന്നെയാണ് ശരാശരി വരുമാനവും, അത് തന്നെയാണ് സീമാന്ത വരുമാനവും. അപ്പൊ അതൊക്കെ എന്താണ്? എക്സെപ്ഷന്റെ സമാന്തരമായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. ഇനി മാർജിനൽ കോസ്റ്റ് കർവ് എന്താണത്? മാർജിനൽ കോസ്റ്റ് കർവ് സീമാന്ത ചെലവ് വക്രം. ഉൽപാദനത്തിന്റെ ആരംഭഘട്ടത്തിൽ സീമാന്ത ചെലവ് സ്വാഭാവികമായിട്ടും അധികമായിരുന്നു, നമുക്കറിയാം. പിന്നെ എന്താണ്? ഉൽപാദനം നടക്കുന്നതോടുകൂടി വർദ്ധിക്കുന്നതോടുകൂടി എന്താണ്? സീമാന്ത ചെലവ് കുറയുകയും വീണ്ടും ഉൽപാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സീമാന്ത ചെലവ് പരമാവധി കുറഞ്ഞ് പിന്നെ വർദ്ധിക്കുകയാണ് ചെയ്യുക, പിന്നെ അങ്ങ് വർദ്ധിച്ചു പോവുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സീമാന്ത ചെലവ് വക്രം എന്താണ്? യു ആകൃതിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയാണ്. അപ്പൊ ഞാൻ പ്രൈസ് ലൈൻ എന്തുകൊണ്ട് നേരേഖയായി എന്ന് പറഞ്ഞു. ഇനി why does the marginal cost curve takes the shape of U? At the initial stage of production or at first the marginal cost it is observed will be comparatively higher, and in course of time or as and when production continues, marginal cost begins to decline, begins to fall, and the minimum point has been reached. See, again if production continues, marginal cost begins to rise. Therefore the marginal cost curve takes the shape of U. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഉൽപാദനത്തിന്റെ ആരംഭഘട്ടത്തിൽ സീമാന്ത ചെലവ് അധികമായിരുന്നു, നമുക്കറിയാം. ഉൽപാദനം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ സീമാന്ത ചെലവ് കുറയാൻ ആരംഭിച്ചു. കുറഞ്ഞ് പരമാവധി കുറഞ്ഞ് പിന്നെയും വീണ്ടും ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ സീമാന്ത ചെലവ് കൂടും. അതുകൊണ്ട് സീമാന്ത ചെലവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വക്രം മാർജിനൽ കോസ്റ്റ് കർവ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടു? ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നെന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരുന്നു നമ്മുടെ ടോപ്പിക്. ബൈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ we mean, see, the basic objective behind production is maximize profit, is to maximize the money profit, no doubt. And we know profit is the difference between total revenue and total cost. Therefore it can be written as TR, profit is equal to TR minus TC. Nothing more to explain. And equilibrium, what is equilibrium? It is a particular state in which there is no tendency to increase or decrease the quantity of output sold by the business firm or by a particular producer. അത് നമ്മൾ പഠിച്ചു. ഇനി എന്താണ്? സന്തുലിതാവസ്ഥ കൈവരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? P should be equal to marginal cost. സാധനത്തിന്റെ വിലയും അവസാനത്തെ യൂണിറ്റിന് വേണ്ടി ചെലവാക്കിയ തുകയും ഉൽപാദന ചെലവും തുല്യമാവുക. രണ്ടാമത്തെ എന്താണ്? മാർജിനൽ കോസ്റ്റ് കർവ് മസ്റ്റ് കട്ട് ദ മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ. സീമാന്ത ചെലവ് വക്രം
സീമാന്ത വരുമാന വക്രത്തെ അടിയിൽ നിന്ന് ഖണ്ഡിച്ചുകൊണ്ട് മുകളിലേക്ക് പോകണം. ഈ രണ്ട് കാര്യങ്ങൾ, ആ ഖണ്ഡിക്കുന്ന ബിന്ദുവിൽ വെച്ച് എന്താണ് ആ വ്യവസായ സ്ഥാപനം ലാഭം പരമാവധി കൈവരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ ഇവിടെ പഠിക്കുക. അപ്പൊ അത് ഞാനിവിടെ ഡയഗ്രാമാക്കി മാറ്റുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ ബോർഡിൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനു മുമ്പത്തെ ഡയഗ്രമായിട്ട് ഒന്ന് നമുക്ക് കോറിലേറ്റ് ചെയ്യണം. ഇതിനു മുമ്പത്തെ ഡയഗ്രാം എന്തായിരുന്നു? P is equal to AR is equal to MR. ഈ ലാസ്റ്റ് ഡയഗ്രാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ മാർജിനൽ കോസ്റ്റ് കർവ് കൂടി ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. Okay, x-axis we know represents output, y-axis price or marginal revenue, y-axis price or marginal revenue, and we know the marginal revenue curve or the price line or the average revenue curve has been drawn horizontally along the OX-axis, indicating that under perfect competition the price charged should be uniform. അപ്പോൾ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ഒരു വസ്തുവിന് നിശ്ചയിച്ച വില യൂണിഫോം ആണ്. അതായത് ഒരു വ്യവസായ സ്ഥാപനം 1000 യൂണിറ്റ് സാധനം ഉൽപ്പാദിപ്പിച്ചുവെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് 10 രൂപയ്ക്ക് വിറ്റാൽ അവസാനത്തെ യൂണിറ്റും 10 രൂപയ്ക്ക് തന്നെ വിൽക്കണം. നിങ്ങൾക്കറിയാം, അതാണ് അവിടുത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ആവറേജ് റവന്യൂ കർവും ശരാശരി വരുമാനവും മാർജിനൽ റവന്യൂ സീമാന്ത വരുമാനവും ഒരേ സംഖ്യയായതെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ വില രേഖ നമ്മൾ വരച്ചു, നേർരേഖയായിട്ടാണ് വരച്ചത് അല്ലേ. ഇതിനെ നമുക്ക് എഴുതാം. ഇത് വിലരേഖ എന്ത് എഴുതാൻ പറ്റും? P is equal to AR is equal to MR. ഇതെന്താണ്? മൂന്നും ഒരേ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ പ്രൈസ് ലൈൻ x ആക്സിന് സമാന്തരമായ ഒരു രേഖ വരച്ചു. ഇത് വന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നു. ഇനി എന്താണ് വേണ്ടത്? ഒരു മാർജിനൽ കോസ്റ്റ് കർവ് നമ്മൾ വരക്കണം. അതിന്റെ ഷേപ്പ്, അതിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ് ഞാൻ പറഞ്ഞത്? മാർജിനൽ കോസ്റ്റ് കർവിന്റെ ആകൃതി എപ്പോഴും U ആകൃതിയാണ്. യെസ്, നമ്മളിവിടെ U ആകൃതിയിൽ ഒരു കർവ് വരക്കുകയാണ്. യെസ്, ഇതെന്താണ്? MC, മാർജിനൽ കോസ്റ്റ് കർവാണ്. സിമ്പിൾ ആണ്. ഇനി എന്താണ് ഈ മാർജിനൽ കോസ്റ്റ് കർവ്? മാർജിനൽ റവന്യൂ കർവിനെ അഥവാ പ്രൈസ് ലൈനിനെ അഥവാ ആവറേജ് റവന്യൂ കർവിനെ രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടിക്കുകയാണ്. ഓക്കെ, രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടിക്കുകയാണ്. ഒന്ന് ഇതാണ്, ഇവിടെയാണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? E1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നേരെ എക്സിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ Q1 എന്ന് കൊടുക്കുക. ഓക്കെ, യെസ്. ഇതിന്റെ അപ്പോ 0 to Q1 ലെവൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ വ്യവസായ സ്ഥാപനത്തിന് ലാഭമില്ല. എന്താ കാരണം? വിലയേക്കാൾ കൂടുതലാണ് ചിലവ്, വരുമാനത്തേക്കാൾ അധികം ചിലവാണ്. പക്ഷേ E1 എന്ന ബിന്ദുവിൽ വെച്ച് എന്താണ് ഈ ചിലവ് വക്രം മുകളിൽ നിന്ന് താഴേക്ക് ഖണ്ഡിച്ചുകൊണ്ട് കുറഞ്ഞു വന്നിരിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ചിലവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, പക്ഷേ വില സ്ഥിരമാണ്. അപ്പൊ ഇവിടെ വെച്ച് എന്താണ്? ചിലവും വരുമാനവും തുല്യമായി. അപ്പൊ Q1 ഔട്ട്പുട്ടില് ഇവിടെ മുതൽ ഈ വ്യവസായ സ്ഥാപനത്തിന് ലാഭം കിട്ടുവാൻ ആരംഭിച്ചു. എവിടെ വരെ? ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ E എന്ന് കൊടുക്കുക. ഇവിടെ നേരെ എക്സിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. ഇവിടെ Q0 എന്ന് കൊടുക്കുക. Q0 എന്താണ്? അപ്പോ അപ് ടു ഫ്രം Q1 to Q0 level of output, the business firm is earning profit because the revenue curve lies above the cost curve or the cost curve lies below the revenue curve. അപ്പോൾ നമ്മൾ E1 to E0 ഈ ലെവൽ ഇത്രയും ഭാഗത്ത് E1 മുതൽ E വരെയുള്ള ഈ ഭാഗത്ത് എന്താണ്? ചിലവ് വക്രം താഴെയും വരുമാന വക്രം എന്താണ്? മുകളിലുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും എന്താണ്? the amount of profit. Okay, the amount of profit which is earned by that concerned business firm. Okay, ഇനി എന്താണ്? at point E, see the two conditions should be satisfied. രണ്ട് നേരത്തെ പഠിച്ച ഘടകങ്ങളും എന്താണ്? സാധൂകരിക്കപ്പെടണം, തുല്യമാകണം. എന്തൊക്കെയാണ്? ഒന്ന്, P is equal to marginal cost. എന്താണ്? price of the commodity should be equal to the marginal cost of that commodity. സാധനത്തിന്റെ വിലയും ആ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ ചെലവും തുല്യമാകണം. ഇവിടെ തുല്യമായില്ലേ? കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വ്യത്യസ്ത വക്രങ്ങൾ പരസ്പരം ഖണ്ഡിച്ചാൽ ആ ബിന്ദു രണ്ട് ഘടകങ്ങളും തുല്യത പാലിച്ചു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.
അപ്പൊ ഈ എന്ന ബിന്ദുവിൽ എന്താണ് മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിനെ കട്ട് ചെയ്ത് പോയി ഈ എന്ന ബിന്ദു. അപ്പൊ എന്താണ് ഈ ബിന്ദുവിൽ ചെലവും വരുമാനവും തുല്യത പാലിച്ചു എന്ന് നമ്മൾ അപ്പൊ പി ഷുഡ് ബി ഈക്വൽ ടു എം സി എന്നുള്ളത് ഇവിടെ റെഡി ആയില്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? പി ഷുഡ് ബി ഈക്വൽ ടു എം സി. ഇത് കണ്ടീഷൻ ആയില്ലേ? ഇതിവിടെ റെഡി ആയി. രണ്ടാമത് പറഞ്ഞ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ദ എം സി കർവ് ഷുഡ് കട്ട് ദ എം ആർ കർവ് ഫ്രം ബിലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്? മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിനെ അടിയിൽ നിന്ന് ഖണ്ഡിച്ചുകൊണ്ട് മുകളിലേക്ക് പോകണമെന്ന്. അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അപ്പോ ഈ എന്ന ബിന്ദുവിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സാധൂകരിക്കപ്പെട്ടു. അഥവാ Q0 ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉത്പാദിപ്പിച്ചപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സാധൂകരിക്കപ്പെട്ടു. റെഡി? ഇനി എന്താണ് ഇക്വിലിബ്രിയം പഠിച്ചത്? വൺസ് മോർ, ഇക്വിലിബ്രിയം ഈസ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. അതൊരു പ്രത്യേക അവസ്ഥയാണ്. ആ അവസ്ഥയുടെ പ്രത്യേകത ഇൻ വിച്ച് there is no tendency from the part of the producer to increase or to decrease the quantity of output sold. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ സന്തുലിതാവസ്ഥ കൈവരിച്ചു. ഈ അവസ്ഥ എന്താണ്? ഈ സാഹചര്യത്തിൽ ആ വിൽപ്പനക്കാരന് അഥവാ പ്രൊഡ്യൂസർക്ക് അഥവാ കമ്പനിക്ക് കൂടുതൽ വിൽക്കുവാനോ കുറച്ച് വിൽക്കുവാനോ താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഇനി അദ്ദേഹം കൂടുതൽ വിൽക്കാൻ താല്പര്യം കാണിക്കും, കൂടുതൽ ഉത്പാദിപ്പിച്ച് വിൽക്കാൻ താല്പര്യം കാണിച്ചു എന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കും നമ്മൾ നോക്കാം. ഇവിടെ Q0ക്ക് ശേഷം അദ്ദേഹം ഇവിടെ വരെ കൂടുതൽ സാധനം ഉത്പാദിപ്പിച്ച് വിൽക്കാൻ താല്പര്യം കാണിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പോ ഇത് Q4 ഇത് Q5 നമ്മൾ കൊടുക്കാം. അപ്പൊ Q0ൽ നിന്ന് Q4ലേക്ക് അദ്ദേഹം ഈ അളവ് സാധനം Q0ൽ ഇത്ര അളവ് സാധനം കൂടുതൽ ഉത്പാദിപ്പിച്ചെടുക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചാൽ എന്ത് സംഭവിക്കും? നോക്കൂ, at Q4 level of output we know marginal cost curve lies above the marginal revenue curve because definitely he will incur loss. അതുകൊണ്ടാണ് ആ ഉത്പാദകന് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് വീണ്ടും ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാണ് അദ്ദേഹത്തിന് നഷ്ടം മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല കൂടുതൽ ഉത്പാദിപ്പിച്ച് വിൽക്കുവാൻ. എപ്പോ? തുല്യത പാലിച്ചതിന് ശേഷം, എം സിയും എം ആറും തുല്യത പാലിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എം സി കർവ് എം ആർ കർവിനെ അടിയിൽ നിന്ന് ഖണ്ഡിച്ചതിന് ശേഷം. എന്നിട്ട് ഇങ്ങോട്ട് എടുത്തോളൂ. ഇങ്ങനെ രണ്ട് ലൈൻ കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇത് നമ്മളിവിടെ Q2 Q3 എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. Q2 അപ്പൊ Q1 Q2 Q3. അപ്പൊ Q3 ലെവൽ, ഇപ്പൊ Q2 ലെവലാണെന്ന് വിചാരിക്കുക. Q2 ലെവലിൽ ആ ഉത്പാദനം നിർത്താൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? കണ്ടോ, ഇവിടെ എന്താണ്? അദ്ദേഹത്തിന് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ്. അതുകൊണ്ട് നാം അദ്ദേഹം നിർത്തുകയില്ല. കാരണം തുടർന്ന് ഉത്പാദിപ്പിച്ചാലും ലാഭം തന്നെ ലഭിക്കും. ഓക്കെ, സോ if the producer increases the quantity of output which is produced and sold the same in the market, definitely it is advantageous from the part of the producer, okay, to increase the number of output produced. അപ്പോൾ ഇവിടെ വെച്ച് അങ്ങോട്ട് കൂടുതൽ ഉത്പാദിപ്പിച്ചാലും അദ്ദേഹത്തിന് നേട്ടം തന്നെയാണ്, ഗുണകരമാണ്. എവിടെ വരെ? see till the Q0 level of output has been reached, the producer can definitely increase the quantity of output produced. അപ്പോൾ Q0 വരെ എത്തുന്നത് വരെ ഈ ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ Q0ന് ശേഷം എന്താണ്? അദ്ദേഹത്തിന് ഉത്പാദിപ്പിച്ചാൽ നഷ്ടമുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്? ഈ ഒരു ലെവലിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉത്പാദിപ്പിച്ച് വിൽക്കാനോ കുറച്ച് ഉത്പാദിപ്പിച്ച് വിൽക്കാനോ താല്പര്യമില്ല. പരമാവധി ലാഭമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇവിടെ വെച്ച് നിർത്തിയാൽ പരമാവധി ലാഭം ലഭിക്കുകയില്ല, ഇവിടെ വെച്ച് നിർത്തിയാൽ പരമാവധി ലാഭം ലഭിക്കുകയില്ല. ഇവിടെ വെച്ച് Q0 ലെവലിൽ വെച്ച് ഉത്പാദനം നിർത്തിയാൽ മാത്രമേ പരമാവധി ലാഭം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ എന്ത് പഠിക്കും? See how the price and output is determined under conditions of perfect competition by a business firm ചോദിച്ചാലോ, അല്ലെങ്കിൽ how a business firm maximizes profit under perfect competition ചോദിച്ചാലോ, എല്ലാം ആൻസർ സെയിം ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ you have to write down the 9 features thoroughly. വൃത്തിയായിട്ട് നമ്മൾ സമ്പൂർണ്ണ വിടമത്സരത്തിൽ പഠിച്ച 9 സവിശേഷതകൾ ഓർഡർ ആയിട്ട് എഴുതുന്നു. അതിനുശേഷം എന്ത് എഴുതും? the price and output determination or the profit maximizing point of a business firm under perfect competition can be easily explained with the help of a diagram എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ എഴുതിയതിനു ശേഷം ഈ ഡയഗ്രാം വരയ്ക്കുന്നു. ഡയഗ്രത്തിൽ ഓർത്ത് വെക്കേണ്ട വെറും രണ്ട് കർവേ ഉള്ളൂ. ആദ്യമേ പഠിച്ചതാണ് ഈ രണ്ട് കർവും എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം പ്രൈസ് ലൈൻ, വിലരേഖ should be equal to average revenue and again should be equal to marginal revenue. അതുകൊണ്ട് എന്താണ്? ഈ വിലരേഖ വരച്ചാൽ P is equal to AR is equal to MR എന്ന് എഴുതണം.
പിന്നെ ആവറേജ് മാർജിനൽ കോസ്റ്റ് കർവാണ്, അത് യു ഷേപ്പ് ആകൃതിയാണ്, അതിങ്ങനെ എഴുതണം. ഇവിടെ രണ്ട് സ്ഥലത്ത് എന്താണ് ഈ മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിനെ ഖണ്ഡിക്കുന്നു. E1 എന്ന ബിന്ദുവിൽ മുകളിൽ നിന്ന് താഴോട്ടാണ്, അതുകൊണ്ട് ഇവിടെ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസിംഗ് പോയിന്റ് അല്ല, മുകളിൽ നിന്ന് താഴോട്ടല്ല ഖണ്ഡിക്കേണ്ടത്. എങ്ങനെയാ വേണ്ടത്? മാർജിനൽ കോസ്റ്റ് കർവ് മസ്റ്റ് കട്ട് ദ മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ വന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഖണ്ഡിച്ചു പോകണം. ഇവിടെ മാത്രമേ ഈ രണ്ട് പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെയാണ് രണ്ട് പോയിന്റ്? ഒന്ന്, P is equal to MC. Price of the commodity should be equal to the marginal cost. രണ്ടാമത്തെ എന്താണ്? Marginal cost curve should cut the marginal revenue curve from below. Yes. ഈ ഡയഗ്രാം വരക്കുന്നു, ആവശ്യമായ വിശദീകരണം കൊടുക്കുന്നു. വെരി സിമ്പിൾ. നമ്മൾ കണ്ടമാനം എഴുതുന്നതിന് പകരമായിട്ട് ചിത്രം വരച്ച് ഇപ്പൊ എക്സ്പ്ലനേഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേശം മാറിപ്പോയാലോ ഡയഗ്രാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യനും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റെഡി? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നന്നായിട്ട് പഠിക്കണം.